നാസർ, ഇതിനു മുമ്പ് ചർച്ച നടന്ന സമയത്ത് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നത് ലബനാനിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കണം, അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു ചർച്ചയ്ക്കുള്ളൂ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നത് നാവിക ഉപരോധം പിൻവലിക്കണം എന്നൊരാവശ്യമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ലബനാനിലെ ആവശ്യത്തിൽ US ഇറാനുമേൽ വഴങ്ങുകയായിരുന്നു ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാവിക ഉപരോധം ശക്തിപ്പെടുത്താൻ ഉള്ള ഒരു നീക്കം US-ന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ കാര്യം എത്രത്തോളം സമ്മർദ്ദമാണ് US-ന് മേൽ ചെലുത്തുന്നത്? ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും അവസാനമായിട്ട് അമേരിക്ക പാകിസ്ഥാൻ മുഖേന ഒരു വെടിനിർത്തൽ നിർദ്ദേശം, വളരെ കൃത്യമായിട്ടുള്ള ചില ഫോർമുലുകൾ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം ഇറാന് സമർപ്പിച്ചിരുന്നു. ആ നിർദ്ദേശത്തിൽ ഏതാണ്ട് ദിവസങ്ങൾ പിന്നിടുന്ന ഒരു ഘട്ടത്തിലും ഒരു മറുപടി പാകിസ്ഥാന് ലഭ്യമായിരുന്നില്ല. ഒരുപക്ഷെ ഇന്നിപ്പം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി രേഖാമൂലം തന്നെ ആ മറുപടി ഇന്ന് പാകിസ്ഥാന് ഇന്നോ നാളെയോ കൈമാറുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഏതൊക്കെ നിലപാടുകളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറുണ്ട്, അതെല്ലാം ഏതെങ്കിലും നിലപാടുകളിൽ പുറകോട്ട് പോകാതെ ഇറാന്റെയും ഇറാൻ ജനതയുടെയും താല്പര്യങ്ങൾ മാത്രമായിരിക്കും തങ്ങൾ സംരക്ഷിക്കുക എന്ന അതേ നിലപാടാണ് ഇറാൻ പിന്തുടരുന്നതെങ്കിൽ അതിനോടുള്ള അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കും? അത്തരമൊരു സാഹചര്യത്തിൽ ഏതർത്ഥത്തിലായിരിക്കും ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക്, ഒരു പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിനു കൂടി കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുക. എന്തായാലും നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ നാവിക ഉപരോധം വലിയ തോതിൽ തന്നെ ശക്തമായി തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇന്ന് വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സെറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. പുതിയ ഒരു വിമാനവാഹിനി കപ്പൽ കൂടി വരുന്നത് കൊണ്ട് കൂടുതൽ ശക്തമായി തന്നെ ഈ പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകും. അതുമാത്രമല്ല, അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലുള്ള ഈ നേരത്തെ ഉപരോധം നേരിടുന്ന ഇറാൻ കപ്പലുകൾ പിടിച്ചെടുക്കുമെന്നൊരു ഭീഷണി കൂടി പുതുതായിട്ട് അമേരിക്ക ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ സംഘർഷം പരിധി വിട്ട രീതിയിലേക്ക് പോകും. ഇപ്പോൾ ഇതിനകം 34 ഇറാൻ കപ്പലുകളെ തങ്ങൾ തടയുകയും തിരിച്ചയക്കുകയും ചെയ്തു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും ഇറാൻ അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് 2 കപ്പലുകൾ തങ്ങളുടെ നിർദ്ദേശം അവഗണിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് അത് പിടിച്ചെടുക്കേണ്ട സാഹചര്യം വന്നത് എന്നുകൂടി ഇറാൻ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും കപ്പലുകൾ പിടിച്ചെടുത്തതായി ഈ മേഖലയിൽ നിന്ന് ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ 5 കപ്പലുകൾ ഇറാന്റെ അനുമതിയോടുകൂടി ഹോർമുസ് കടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, അവിടെ നിന്ന് ഈ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ കൃത്യമായിട്ടുള്ള ഫീസ് ഈടാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളുമാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. എന്തായാലും നാളെ നടക്കുന്ന ഈ പരോക്ഷമായിട്ടുള്ള ചർച്ച, അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇടനിലക്കാരാക്കിക്കൊണ്ടുള്ള ഈ ചർച്ചയിലൂടെ ഈ മേഖലയിൽ പൂർണ്ണമായ തോതിലുള്ള ഒരു യുദ്ധവിരാമം ഉണ്ടാകണമെന്നാണ് ലോകം ഒന്നാകെ തന്നെ ആഗ്രഹിക്കുന്ന. യൂറോപ്യൻ രാജ്യങ്ങളും GCC രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഏഷ്യൻ രാജ്യങ്ങളും ഒക്കെയും ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ നയതന്ത്ര സമ്മർദ്ദവും അവർ ഇരു കൂട്ടർക്കുമിടയിൽ ചെലുത്തുന്നുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിൽ അമേരിക്ക ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമായി തുടരും. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങളും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഉപാധികളുടെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റേതെങ്കിലും അർത്ഥത്തിൽ ഒരു കീഴടങ്ങലിന്റെ ഒരു രീതിയിലുള്ള ഒരു വെടിനിർത്തലും തങ്ങളില്ല എന്ന് ഇന്നും അസന്നിഗ്ധമായിട്ട് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ പുറമേക്ക് പറയുന്നുണ്ടെങ്കിലും ഉള്ളിലൂടെ ആശയവിനിമയം പാകിസ്ഥാനെ മുൻനിർത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും തുടരുന്നു എന്നുകൂടിയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നാളെയും മറ്റന്നാളുമായി ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ചർച്ച ഏത് രീതിയിൽ പോകുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും മേഖലയുടെ ഭാവി കൂടി നിർണ്ണയിക്കുക. അനീഷ, ഏതായാലും ഇറാന്റെയും US-ന്റെയും പ്രതിനിധി സംഘങ്ങൾ പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പാക് മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചർച്ച നടക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.